ഹലോ ഗായ്സ്, മഹി ഉണ്ണി വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. ഇത് എല്ലാവർക്കും പരിചയം ഉണ്ടാവില്ല. ക്ലൗ ബീൻസ് എന്നാണ് പറയുന്നത്. ക്ലൗ ബീൻസ്, നിത്യവഴുതന. അപ്പോൾ അതിൻ്റെ തോരനല്ല, ഒരു മസാലക്കറി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. പലർക്കും അറിയില്ല ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പം ഞാനൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. നല്ല രസമുണ്ട് കേട്ടോ. വലിയ വേവൊന്നും ഇല്ലാത്തൊരു വെജിറ്റബിളാണ്. എല്ലായിടത്തും കിട്ടുമോ അറിയില്ല. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈയായിരുന്നു. അപ്പോൾ അതിൽ പിടിച്ച കായാണ്. അതിൻ്റെ പൂവ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പർപ്പിൾ കളറിൻ്റെ ഒരു പൂവാണ്. ഞാൻ കാണിച്ചു തരാം. ഒരു കുട പോലെ ഉള്ളൊരു കോളാമ്പി പൂവ് പോലത്തെ ഒരു പൂവാണ്. വൈകുന്നേരങ്ങളിൽ വിരിയുന്ന പൂവാണ് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു വള്ളിച്ചെടിയായിട്ട് നമ്മളെ ഷോയ്ക്ക് വേണ്ടിയിട്ട് വീടിൻ്റെ മുന്നിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയാട്ടോ. ഓരോ പൂവിനും കായ എന്തായാലും പിടിക്കും. കോവയ്ക്കായ പോലെയാണ് എല്ലാ പൂവും കായായി വരുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കായ ഒരു പൂവിൻ്റെ മുട്ട് പോലെയാണല്ലേ. അപ്പോൾ ഈ വൈറ്റ് കളറിൻ്റെ ഭാഗം കാണുന്നുണ്ടല്ലോ, അത് അധികം പുറത്തേക്ക് വരുന്നതിൻ്റെ മുന്നായിട്ട് വേണം പറിച്ചെടുക്കാൻ. അപ്പോൾ എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ കുറച്ച് വലുതാകാൻ നിന്നു. അപ്പോൾ നോക്കുമ്പോൾ വൈറ്റായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതിൻ്റെ ഒരു ചക്കക്കുരുവിൻ്റെ തോല് പോലത്തെ ഒരു തോലുണ്ട്. അതൊന്ന് കളഞ്ഞാൽ മതി, വൈറ്റ് കളറിൻ്റെ ആ മുട്ട് കാണുന്ന ഭാഗത്ത് കേട്ടോ. അല്ലെങ്കിൽ കഴിയുന്നതും പെട്ടെന്ന് തന്നെ പറിക്കാം, വൈറ്റ് കളർ പോർഷൻ പുറത്തേക്ക് വരുന്നതിൻ്റെ മുന്നേയായിട്ട്. അപ്പോൾ നമ്മുടെ പച്ച ഭാഗം നന്നായി വലുതായി വരില്ല. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താണ്. ഒന്നും കൂടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വിത്തായി മാറും കേട്ടോ. ബ്ലാക്ക് കളറിൻ്റെ വിത്തായി മാറും. അപ്പോൾ കഴിയുന്നതും നേരത്തെ പറിക്കുക. ഒരുപാട് കായ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ വള്ളിയിൽ. അപ്പോൾ ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. ആദ്യമായിട്ടാണ് ഉണ്ടായത്. അതുപോലെ ആദ്യമായിട്ടാണ് ഇതിൻ്റെ കറിയും വയ്ക്കാൻ പോകുന്നത്. കറിയല്ല, ഒരു മസാല ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല രസമാണ്. അപ്പോൾ ഇതിന് ചെറിയൊരു കറ ഉണ്ട്. പൊട്ടിക്കുമ്പോൾ തന്നെ കയ്യിൽ കറയാവുന്നുണ്ട്, പാല് പോലെ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. ആ വൈറ്റ് കളറിൻ്റെ പോർഷൻ ഇത്തിരി വലുതായി കഴിഞ്ഞപ്പോൾ ഒരു ചക്കക്കുരുവിൻ്റെ തൊലി പോലത്തെ തൊലി ഇങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ അതിൽ നിന്ന് ഒഴിവാക്കിയെടുത്തു. അരിയുമ്പോഴാണ് അത് അറിയുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ വെള്ളത്തിലേക്കാണ് ഇടുന്നത് കേട്ടോ. അതിൻ്റെ കറയൊന്നും കഴുകി കളയാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. പിന്നെ ഒരു വട്ടം കഴുകുകയും ചെയ്തു. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളത് സവാള, ഉരുളക്കിഴങ്ങ്, പിന്നെ തക്കാളി. അത് ഞാൻ പയർ ഒരെണ്ണം മാത്രം ഉണ്ടായിരുന്നു, അപ്പോൾ അതിലേക്ക് ഇട്ടതാണ്. അപ്പോൾ സവാളയും തക്കാളിയും എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ വഴറ്റിയിട്ട് അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർക്കാം. നമുക്കൊരു പച്ചമുളകും അതുപോലെ കിഴങ്ങും കൂടെ നന്നായി ചെറുതായി അരിഞ്ഞതാട്ടോ കിഴങ്ങ്. എന്നിട്ട് അതും കൂടെ ചേർത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുക. എന്നിട്ട് ഈ കഴുകി വെച്ച നമ്മുടെ കറ കളഞ്ഞിട്ടുള്ള ക്ലൗ ബീൻസ് അല്ലെങ്കിൽ നിത്യവഴുതനയും കൂടെ ചേർത്തിട്ട് അത് വേവിക്കുക. അതിൽ ചിക്കൻ മസാലയും കൂടെ ചേർത്താൽ നല്ല അടിപൊളി തോരൻ ചോറിലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അരച്ചിട്ട് പെട്ടെന്ന് തന്നെ വേവും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ നിത്യവഴുതന ഉള്ളവർ എന്തായാലും ഇതുപോലെ റെസിപ്പി ട്രൈ ചെയ്യണേ.